എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെയാണ്. ദേവയാനിക്കിട്ട് ഒരു പണി കിട്ടണമെന്ന് എല്ലാവരും കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ അഹങ്കാരം ചെറുതൊന്നുമല്ല, നായനെ ഇത്രയും കാലം ദ്രോഹിച്ചത്. അപ്പൊ അതിനൊരു പണി കിട്ടണം തന്നെ ആഗ്രഹിച്ചു. അങ്ങനെ ദേവയാനിക്ക് കൊടുക്കും അത് സംഭവിക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നയന ആദർശിന് ഫുഡൊക്കെ ആയിട്ട് കമ്പനിയിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പിന്നീട് ആദർശിന് ഫുഡൊക്കെ എടുത്ത് വിളമ്പി കൊടുക്കുന്ന സമയത്ത് ദേവേനെ കുറിച്ചൊക്കെ ആദർശ് പറയുന്നുണ്ട്. അമ്മേനെ നല്ലവണ്ണം ശ്രദ്ധിക്കണം, അമ്മയുടെ സ്വഭാവം അറിയാലോ, അമ്മ ഇങ്ങനെ എന്തൊക്കെ നിന്നോട് കാണിച്ചെന്ന് പറഞ്ഞാൽ നീ തിരിച്ച് അങ്ങനെയൊന്നും കാണിക്കാൻ പോലെന്നൊക്കെ പറയാം. ആദർശന് അറിയാം ഇനിയിപ്പൊ താൻ പറഞ്ഞില്ലേ പോലും നയനെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന്. നയന പറഞ്ഞു, എനിക്കറിയാം അമ്മയുടെ അവസ്ഥ, അതുകൊണ്ട് അമ്മ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കൊടുക്കുന്ന സാധനങ്ങളൊന്നും അമ്മ കഴിക്കണ പോലുമില്ല. ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാ പോന്നെ, അതുപോലും അമ്മ കഴിക്കാനൊന്നും കൂട്ടാക്കുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ആ സാരമില്ല, പോട്ടെ, നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, എന്നാലും നീ കൊണ്ടേ കൊടുക്കണം. അമ്മ കഴിക്കോ കഴിക്കാതിരിക്കോ ചെയ്യട്ടെ എന്നൊക്കെ പറയാണ്. അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടാ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവും തോന്നില്ല. അമ്മയുടെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുക, അമ്മയ്ക്ക് എന്തോ ഒരു വയ്യായിക ഉണ്ടെന്ന് പറയണം. അതെ, അമ്മേനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ എന്ത് പറഞ്ഞിട്ട് അമ്മ അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇനിയിപ്പൊ ഇതിനെക്കുറിച്ച് അച്ഛനോടൊന്ന് സംസാരിക്കണം. അച്ഛന് ചിലപ്പോ അമ്മയോട് പറയുവാണെങ്കിൽ അമ്മ ചിലപ്പോ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായെങ്കിലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നയന് പറഞ്ഞതേ ഇന്നൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത്? അല്ല, നവ്യേശിനെയും കൊണ്ട് അബി വീട്ടിലേക്ക് പോയിരിക്കും എന്ന് പറയണേ. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? എന്താ മാറ്റം എന്നറിയത്തില്ല. അബിക്ക് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് ആദർശേട്ടാ. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഒരു പക്ഷെ മാല ഇട്ടേണ്ടതായ മാറ്റമാണോ അതോ ഇനിയിപ്പോ എന്തേലും അടവോ പുതിയ തന്ത്രമാണോന്ന് അറിയാൻ പറ്റില്ലെന്ന് പറയാ. ആദർശ പറഞ്ഞു, അബിയല്ലേ ആള്, പറയാൻ പറ്റില്ല. അബിനെ കണ്ണു അടച്ചങ്ങോട്ട് വിശ്വസിക്കേണ്ടെന്ന് നിന്റെ ചേച്ചിയോടൊന്ന് പറഞ്ഞേരെ. അവൻ ഇരിക്കുന്ന ഇരിപ്പില് സ്വഭാവം മാറുന്നവനാ. ഒരു പക്ഷെങ്കില് അവൻ എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടാണോ ഇങ്ങനെ ഇത്രയധികം സ്നേഹം കാണിക്കണമെന്ന് പറയാൻ പറ്റില്ല. മലയ്ക്കോ മാല ഇട്ട് കഴിയുമ്പോ ആൾക്കാർ അങ്ങനെയൊക്കെ ചതി ചെയ്യുമെന്ന് ചോദിക്കാം. അവന്റെ കാര്യത്തില് അതൊന്നും വിശ്വസിക്കണ്ട. ഇന്ന് വരെ അവന് ഒരു 10 ദിവസം തികച്ച് നോയമ്പെടുത്ത് മലയ്ക്ക് പോയിട്ടുള്ളവനല്ല. ആദ്യമായിട്ട് അവന് 41 ദിവസം വ്രതം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴേ എന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായതാ. എന്താന്ന് അറിയത്തില്ല എന്നൊക്കെ പറയണം. എന്തായാലും നോക്കാം. ഇനിയിപ്പം നവ്യേച്ചി ഭയങ്കര സന്തോഷത്തില. അത് മാത്രല്ല അച്ഛനും അമ്മയും ഭയങ്കര സന്തോഷത്തില. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരവിടെ ചെന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ അങ്ങോട്ട് പോണേന്ന് ചോദിക്കാണ്. പിന്നീട് ആദർശ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടേ വിട്ടേന്ന് ചോദിക്കുക. വേണ്ട ആദർശേട്ടാ, ഞാൻ തന്നെ പോയിക്കോളാന്ന് പറയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. ഞാൻ ഓട്ടോ വിളിച്ച് പോയിക്കോളാന്ന് പറയാം. വേണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡ്രൈവറോട് പറയാം നിന്നെ വീട്ടിൽ കൊണ്ടേ ആക്കാൻ പറയാം എന്നൊക്കെ പറയണം. അങ്ങനെ നയനെ പറഞ്ഞു വിടുവാണ്. ഈ സമയം കുറെ സമയമൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അബി നവിയോട് പറഞ്ഞു, എന്നാ നമുക്കിനി ഇറങ്ങിയാലോ എന്ന് ചോദിക്കാം, നമുക്കൊരു ഫിലിമൊക്കെ കണ്ട് പോകാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നവിയോട് എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ അവരെന്ത് ചെയ്യുവാണ്, കനകയോടും ഗോവിന്ദനോടും ഒക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. അങ്ങനെ യാത്ര പറയുന്ന സമയത്ത് അബി പറഞ്ഞു, അതെ ഇനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാട്ടോ എന്ന് പറയണം. അതൊന്നും സാരമില്ല മോനെ, നിങ്ങൾ വന്നാൽ മാത്രം മതി. പ്രത്യേകിച്ച് നവ്യമോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടല്ലേ, അതുകൊണ്ട് അവൾക്കും സന്തോഷമായിരിക്കും ഇടയ്ക്ക് ഈ വീട്ടിലേക്കൊക്കെ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടെ യാത്ര പറഞ്ഞുകൊണ്ട് പോവാണ്. ഈ സമയം അബിയുടെ മനസ്സിലെന്ന് പറയാം, ഞാൻ വരും, നല്ല വരവ് വരും. പക്ഷെ ഇനി വരുന്ന വരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ വയറ്റിൽ കുഞ്ഞില്ലാതെ ആയിരിക്കും വരുന്നേ. എന്നെ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം തോന്നത്തില്ല. കാരണം ഞാൻ ഇത്ര സന്തോഷത്തോടെ കൂടിയിട്ടല്ലേ ഇവരോട് പെരുമാറിക്കൊണ്ടിരിക്കണേ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ടാണ് അബി അങ്ങോട്ട് ഇറങ്ങണേ. നവ്യക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. വീട്ടിൽ വന്ന് അച്ഛനും അമ്മേനെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയില്ലോ എന്ന് ഓർത്തുണ്ട്. അവരങ്ങനെ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് കോന്നും പറഞ്ഞു, എന്നാലും ഇത് അത്ഭുതമായിരിക്കുന്നു കേട്ടോ, മാല ഇട്ടോണ്ട് ഒരുപക്ഷെ അയ്യപ്പസ്വാമിയുടെ കടാക്ഷം ഉണ്ടായതായിരിക്കും എന്ന് പറയാണ് കനകയോട്. അത് ശരിയാ, ഒരുപക്ഷെ മാല ഇട്ട് കഴിഞ്ഞപ്പോഴത്തേ അഭിമോനി ചിലപ്പം എന്തേലും ഒരു ബോധോദയം ഉണ്ടായ കാണുമായിരിക്കും. സ്വന്തം ഭാര്യേനെയും കുഞ്ഞിനെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കില്ല, അവരെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ നന്ദു പറഞ്ഞു. അത്ര കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റട്ടെ. അഭിയേട്ടന്റെ സ്വഭാവം എപ്പോഴാ മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നന്ദുവിന്റെ മനസ്സിൽ മുമ്പത്തെ പല കാര്യങ്ങളും ഉണ്ട്. അഭിയേട്ടൻ എങ്ങനെയാ പെരുമാറിയെന്നൊക്കെ നവ്യേച്ചിയോട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു ദിവസം പെട്ടെന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. പിന്നീട് നന്ദുവിന്റെ ഈ സംസാരം കേട്ട് കഴിയുമ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഇപ്പൊ സംശയിക്കേണ്ടതായിട്ട് ഒന്നും ഉണ്ടായെന്ന് തോന്നുന്നില്ല. കാരണം അബിയുടെ മുഖം കണ്ടിട്ട് ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നില്ല. നല്ല സന്തോഷത്തോട് വിട്ടാ അബി ഇപ്പൊ നവ്യനെ നന്നായിട്ട് സ്നേഹിക്കുന്ന പോലെ തോന്നുന്നൊക്കെ പറയണം. അത് ശരിയാ,
ഗോവിന്ദേട്ട ഇന്നും ഇങ്ങനെ പോയാൽ മതിയായിരുന്നു, എന്റെ അയ്യപ്പസ്വാമി കാത്തോണേ. ഇനിയിപ്പം നയനമോള് കൂടി ഒരു കുഞ്ഞു പറഞ്ഞാൽ മതി. മലയ്ക്ക് പോയി വന്നതിന് ശേഷം അവർ മിക്കവാറും കുഞ്ഞിനെ കുറിച്ചൊക്കെ ഒരു തീരുമാനമൊക്കെ എടുക്കുമായിരിക്കും. ഇത് കേട്ടുമ്പോ ഗോവിന്ദൻ പറഞ്ഞു, അല്ല അവര് അതിന് ശേഷം കണിമോളൊക്കെ പോലോ അല്ലേന്ന് ചോദിക്കണം. പിന്നെ പോകത്തില്ലാതെ, എന്താണ് ആദർശമാൻ പഴയ സ്വഭാവമല്ലല്ലോ, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വരുക. നമ്മുടെ 2 മക്കൾക്കും നല്ല ജീവിതം ഉണ്ടായി. ഇനിയിപ്പൊ നന്ദുവിന്റെ കാര്യത്തിലും കൂടെ ഉടനെ തീരുമാനം എടുക്കണമെന്ന് പറയാം. ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു, ദേ അവസാനം വന്നു ഇതേലെ വരുവോളെന്ന് എനിക്കറിയാം. ദേ എനിക്കിപ്പൊ കല്യാണം ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം അബിയും നവിയും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ സിനിമയെ കണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവര് വീട്ടിലേക്ക് വരുന്നത്. നവി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. നവിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഫുഡ് വൈകുന്നേരം ഇപ്പം ഫുഡും മേടിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുത്തു. നവിക്ക് ഇതിൽ പല സന്തോഷം വേറെ ഉണ്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്ര സന്തോഷത്തോടുകൂടി അബി പുറത്ത് കൊണ്ടുപോയിട്ടില്ല. പിന്നീട് നവി അബിയോട് പറഞ്ഞു, ദേ ഇങ്ങനൊരു ജീവിതം ഞാൻ ആഗ്രഹിച്ച, എന്നും ഒന്നും വേണ്ട, പക്ഷെ വല്ലപ്പോഴും ഒന്ന് പുറത്ത് കൊണ്ടുപോയി പുറത്തുനിന്നൊരു ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും തോന്നുന്ന സന്തോഷം എനിക്കും തോന്നുള്ളൂ. എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു, എന്റെ ജീവിതം തകർന്നു പോയല്ലോ, നിന്നെപ്പോലുള്ള ഒരുത്തനെയാണല്ലോ ഞാൻ വിവാഹം കഴിച്ചതെന്നൊക്കെയുള്ള. ഇപ്പൊ എനിക്ക് ആ സങ്കടം എല്ലാം മാറിയെന്ന് പറയണം. പെട്ടെന്ന് അബി പറഞ്ഞു, ഇനി ഇങ്ങനെയായിരിക്കും മോളൂ നമ്മുടെ ജീവിതം. ഇത്രയും കാലം നമ്മുടെ നല്ല നല്ല നിമിഷങ്ങളെ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കിയത് ഇനി അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറയാണ്. അങ്ങനെ അവർ വീട്ടിലേക്ക് വരിക. ആ സമയത്ത് വേണു കൊടുത്ത മരുന്നൊക്കെ എടുത്ത് നോക്കി അതും കൈ പിടിച്ചോണ്ടിരിക്കുകയാണ് അനാമിക. ഇനി അധികം താമസിപ്പിച്ചുകൂടാ, എത്രയും പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ തീരുമാനത്തിലെത്തിക്കുക. ഇന്നെങ്കിൽ ഇന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എല്ലാം ശരിയാക്കണം എന്ന് പറയണം. അപ്പത്തേനും രേവതി അങ്ങോട്ട് വന്നു. എന്താ മോളെ ഇത്? അമ്മ ഇത് അച്ഛൻ തന്ന മരുന്നാന്ന് പറയാണ്. മോളെ ഇത് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കില്ലേ, ആരെങ്കിലും കണ്ടുണ്ടെ വലിയ പ്രശ്നമാവില്ലേന്ന് ചോദിക്കണം. എന്നാ പിന്നെ അതോടുകൂടി തീർന്നു പറയണം. എന്റെ അമ്മേ ആർക്കും ഇപ്പൊ ഒന്നും മനസ്സിലാകാനൊന്നും പോകുന്നില്ല, ആരും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കും. ഇന്നത്തോടുകൂടി അവളുടെ അവസാനം അവള് സന്തോഷമായിട്ട് അവളുടെ സ്വന്തം വീട്ടിലൊക്കെ പോയിട്ട് വരട്ടെ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആദ്യം അങ്ങോട്ട് പോകും, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറയാണ്. എന്റെ മോളെ ഒരു പക്ഷേങ്കില് ഇവിടെ നിന്ന് ഇനിയിപ്പോ എന്താളും കിട്ടപ്പോലുണ്ടാവുന്ന എനിക്ക് തോന്നില്ല. ആ കിളവൻ എന്താളും വീതം വെച്ചാൽ പോലും ജൂവലറിയും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഇവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടു പോകാൻ പറ്റുമെന്നാ ഞാൻ നോക്കുന്നത്. അങ്ങനെ പോയിട്ട് കാര്യമുള്ളെന്ന് എനിക്ക് തോന്നേ. നീ ഒരു കാര്യം ചെയ്യണം, ദേ ഇവിടുത്തെ ഇഷ്ടം പോലെ സ്വർണ്ണങ്ങൾ എല്ലാവരുടെയും കയ്യിലുണ്ട്, പറ്റാവുന്നത്ര ഇവിടുന്ന് അടിച്ചു മാറ്റാൻ ശ്രമിക്കണം. അതിനകത്തുനിന്ന് കുറച്ചൊന്നും പോയാലും ആരും പെട്ടെന്നൊന്നും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. ഈ പറയുന്ന നിന്റെ വല്യമ്മയ്ക്ക് ഇഷ്ടം പോലെ കുന്നുപോലെ സ്വർണം മേടിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നേ. അതിനകത്തുനിന്ന് 1 2 മാലയൊന്നും പോയിട്ടുണ്ടെങ്കിൽ ആരും സംശയിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നീ അതൊക്കെ അടിച്ചു മാറ്റണം. ആ ഉപേന്ദ്രന്റെ പറഞ്ഞ കാലാവധി തീരാറായി. അവനിനി വീട്ടിൽ കയറി മേയുന്നതിന് മുമ്പ് ദേ പൈസ കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാ. ഉപേന്ദ്രനെ മാത്രമല്ല, ജപ്തിയായി വീട് നഷ്ടപ്പെട്ട എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. എനിക്കതൊക്കെ അറിയാമേ, അതൊക്കെ മുൻകൂർ കണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടതും രേവതി പറഞ്ഞു, ഒരു കാരണവശാലും നമ്മുടെ പ്ലാനുകളും പദ്ധതികളൊന്നും നടക്കാതെ പോവരുത്. പിന്നെ ആ കിളവിനെയും കൂടെ ആദ്യം ഒന്ന് കയ്യിലെടുക്കണം. ഇപ്പൊ ആ നയനക്കിട്ട് നവിക്കിട്ട് പണി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിളവിനും കയ്യിലെടുക്കാനായിട്ട് നല്ല, കാരണം അധികം വൈകാതെ തന്നെ അവരങ്ങ് തീർന്നുള്ളൂ. പിന്നെ അങ്ങേർക്കാണെങ്കിൽ 100 അസുഖമായിട്ട് ഇരിക്കുന്നതല്ലേ, ഒരു മരുന്ന് മാറി കൊടുത്താലും മതി, അങ്ങേര് അതോടുകൂടി തീർന്നോളും. പിന്നെ അസുഖമൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ആരും പ്രത്യേകിച്ച് സംശയിക്കാനൊന്നും പോകുന്നില്ല. അങ്ങേരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം നമുക്കറിയാന്നൊക്കെ രേവതി പറയുന്നുണ്ട്, അനാമികയോട് പറയുന്നുണ്ട്. പിന്നീട് അബിയും നവിയും കൂടെ അങ്ങോട്ട് വന്ന് കയറുകയാണ്. അബിയും നവിയും കൂടെ അങ്ങോട്ട് കയറി മുറിക്കത്തേക്ക് പോകുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നത്. മുത്തശ്ശി ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ പോയിട്ട്? കുഴപ്പമില്ലായിരുന്നു. അല്ല ഗോവിന്ദനും കനയ്ക്ക് എന്ത് പറയാനെന്ന് ചോദിക്കുക. കുഴപ്പമില്ല മുത്തശ്ശി, സുഖമായിട്ടിരിക്കുന്നു പറയാണ്. അതെ, നിങ്ങൾ ചെന്ന അവർക്ക് ഭയങ്കര സന്തോഷമായി കാണുമല്ലേന്ന് ചോദിക്കുക. അത് പിന്നെ മുത്തശ്ശി സന്തോഷം ആതിരിക്കില്ലോ, കല്യാണം കഴിഞ്ഞത് ആദ്യമായിട്ട് ഞങ്ങൾ പോണല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, എന്നും ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്ന കാണാനേ ഇഷ്ടം, പ്രത്യേകിച്ച് മോള് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മോളുടെ മനസ്സിന് സന്തോഷമൊക്കെ ഉണ്ടേ. എടാ ബി, ഇനി ഇങ്ങനെ എന്നും നീ കൊണ്ടുപോകണം കേട്ടോ. എന്നും കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവളെ പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോകണം. അവളുടെ മനസ്സിനും അതൊക്കെ സന്തോഷമായില്ലേന്ന് ചോദിക്കുക. ഇനി അതൊക്കെ ഞാൻ ഏറ്റുമുത്തശ്ശി, ഇവൾക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാം. പിന്നീട് പതിവ് പോലെ തന്നെ നയന തന്റെ ജോലികളൊക്കെ തുടരുകയാണ്. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും നവ്യക്കുള്ള പാലൊക്കെ കാച്ചി വെക്കണേ. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം 1 ഗ്ലാസ് പാല് നവ്യക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പൊ അന്നും അതുപോലെ തന്നെ പാലൊക്കെ കാച്ചി വെച്ചിട്ട് നയന അങ്ങോട്ട് മാറിപ്പോവാണ്. അങ്ങനെ മാറിപ്പോണ സമയത്താണ് അനാമിക അങ്ങോട്ട് കടന്നു വരുന്നത്. അനാമിക ചുറ്റുമോ നോക്കി ആരിലും ഉണ്ടെന്ന് ആരുമില്ല. അപ്പൊ അതൊക്കെ ആ സാരിത്തുമ്പിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ മരുന്നും കെടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കലക്കിയിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് പോയി. പക്ഷെ ഇതൊന്നും നയനയോ നവ്യോ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയിട്ട് മനസ്സിൽ പറഞ്ഞു, നീ ഇതെടുത്ത് കുടിക്കും, ഇന്ന് നിനക്കിട്ടുള്ള പണി കിട്ടും, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോവും, നീ ഇവിടെ കിടന്ന് അലറിക്കരയും,
ഈ അനാമിയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും നിന്നെ കളി പഠിപ്പിക്കുന്നുണ്ട്, നിന്നെ മാത്രമല്ല പിന്നെ കൊടുക്കാൻ വന്ന നിന്റെ അനിയത്തിക്കിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് ചെല്ലുമ്പോഴത്തേനും രേവതി വെച്ച് എന്തായി മോളെ കാര്യങ്ങളല്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ടമ്മേ, ഇന്നത്തോടു കൂടി അവളുടെ കാര്യം ഫിനിഷ് ആവും, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറയണം. അങ്ങനെ അവര് കാത്തിരിക്കുവാണ് നവ്യക്ക് പാല് കൊണ്ടേ നയനെ കൊടുക്കുന്ന കാണാൻ വേണ്ടിട്ട്. ആ സമയത്താണെങ്കിലോ ദേവേനിക്ക് വല്ലാത്ത തളർച്ചയായിരുന്നു. ദേവേനി പകല് ഫുഡൊന്നും കാര്യമായിട്ട് കഴിച്ചില്ല, കാരണം അതെല്ലാം ഉണ്ടാക്കുന്ന നയനയാണല്ലോ. നയന എന്ത് കൊണ്ടേ കൊടുത്താലും ദേവനിട്ട് കഴിക്കാനും കൂട്ടാക്കുന്നില്ല. ആകെപ്പാടെ ഒരു ക്ഷീണവും തളർച്ചയും പോലെ. എന്തേലും എടുത്ത് കുടിക്കോ കഴിക്കോ എന്തെങ്കിലും ചെയ്യാന്നോർത്ത് അടുക്കളയിലേക്ക് വരുവാണ്. അങ്ങനെ വരുന്ന സമയത്താണ് അവിടെ പാത്രത്തിനകത്ത് പാല് മൂടി വെച്ചിരിക്കുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ട്, ഇതിൽ പാല് കുടിച്ചാക്കാന്ന് ഓർത്തോണ്ട് എന്ത് ചെയ്യുവാണ്, ആ പാലെടുത്തൊഴിച്ച് അതങ്ങോട്ട് ഗ്ലാസ്സിനടുത്ത് വെച്ച് അങ്ങോട്ട് കുടിക്കണം. ഒറ്റ വലിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കുടിച്ചു. പിന്നെ അങ്ങോട്ട് പോവുകയും ചെയ്തു. എന്തോ ഒരു ക്ഷീണം പോലെ, കാലുകൾക്ക് ഒരു തളർച്ച പോലെ തോന്നി. പിന്നീട് അങ്ങോട്ട് പോയി സെറ്റിയിലേക്ക് കിടക്കുക. ഈ സമയത്ത് നയന അടുക്കളയിലേക്ക് വന്നു. പാല് കൊണ്ടേ കൊടുക്കാൻ നോക്കി പാൽ അതിനകത്തില്ല. ഇതാരാ പോലും ഈ പാലെടുത്ത് കുടിച്ചേ. ഇനിയിപ്പം നവ്യേച്ചിക്ക് വേറെ ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്തുണ്ട് വേറെ പാല് കാച്ചിട്ട് ആ പാലുമായിട്ട് നേരെ നവ്യയുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാ. അപ്പൊ ഇത് രേവതി അനാമയും കണ്ടു. ഇതേ മോളെ പോകുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പാല് കൊണ്ട് അവളെ കുടിക്കട്ടെ, അവൾക്കിട്ട് എന്നാ പണി കിട്ടാൻ നമുക്കറിയാന്ന് പറയാണ്. അങ്ങനെ പാല് കൊണ്ടേ കൊടുത്തിട്ട് നയന ഇങ്ങ് തിരികെ പോരുകയും ചെയ്തു. അപ്പൊ ഇവരുപാടെ പമ്മി നിന്ന് നവ്യെ കുടിക്കുന്നുണ്ടോന്ന് അറിയണമല്ലോ. അങ്ങനെ നവ്യെ പാല് കുടിക്കുന്നതും കണ്ടു. അതോടുകൂടി ഉറപ്പായി അവളുടെ കാര്യത്തിലൊരു തീരുമാനമായി. ആ ഒരു സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും. പക്ഷെങ്കില് ദേവേനി മുറിയിലേക്ക് പോയ ദേവേനി എന്ത് ചെയ്യണം, ദേവേനിക്ക് വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയൊക്കെ തോന്നി. വയറുവേന എടുക്കണോ വയറ് പൊട്ടിപ്പോണോ എന്തൊക്കെയോ. ദേവേനി അവിടെ ഇങ്ങനെ അനങ്ങാതെ ഓടിപ്പോയി ബെഡിലേക്ക് അങ്ങോട്ട് കിടക്കുവാണ്. കുറെ സമയം കഴിഞ്ഞിട്ട് ദേവേനിക്ക് ശരീരമൊക്കെ തളരുന്ന പോലെ തോന്നി, കൈയും കാലും കുഴയുന്ന പോലെ, വേദന അസഹ്യമായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആരെ വിളിക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് ആദർശം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമായാലോ ആദർശം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോ പതിവ് പോലെ അമ്മേനെ കണ്ടില്ല. അപ്പൊ നയനയോട് ചോദിച്ചു, അല്ല അമ്മ എന്തേന്ന് ചോദിക്കാണ്. അമ്മ മുറി കിടക്കാൻ പോയെന്ന് തോന്നുന്നു ആദർശേട്ടാന്ന് പറഞ്ഞു. ശരിയെന്ന് പറയാണ്, നീ അമ്മേനെ ഒന്ന് ശ്രദ്ധിച്ചോണെന്നൊക്കെ പറയുന്നുണ്ട് എന്നും പറഞ്ഞ് മുറിയിലേക്ക് അങ്ങ് ഡ്രസ്സ് മാറാനായിട്ട് അങ്ങോട്ട് പോയി. ആ സമയത്ത് നയനെ എന്ത് ചെയ്യുവാണ്, ഇനി അമ്മയ്ക്ക് എങ്ങനെ നോക്കിയേക്കാം ഒന്ന് നോക്കാന്നൊക്കെ ഓർത്തിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് വയറുവേദന കൊണ്ട് കിടന്ന് പൊളഞ്ഞ് കരയുന്ന ദേവേനിയാണ് കാണുന്നത്. പെട്ടെന്ന് നയനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്താമ്മേ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. പക്ഷെ ദേവേനിക്കൊന്നും പറയാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. നയനയ്ക്ക് ആ പടം വെപ്രാളായിപ്പോയി. നയനയ്ക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ എന്താന്ന് ചോദിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല. ഛർദ്ദിക്കാൻ വരുവാണോ എന്തൊക്കെ വല്ലാത്തൊരവസ്ഥ, വെപ്രാളോ മരണവെപ്രാളോ കിടന്ന് ദേവേനി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നയന അവിടെ നിന്ന് ഇറങ്ങി ഓടി ആദർശേട്ടാന്ന് പറഞ്ഞ് ആദർശനെ പോയി വിളിക്കുകയാണ്. എന്താ കാര്യം ചോദിക്കാം. ഓടി വാ, ദേ അമ്മ എന്ന് പറയണം. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ആദർശ് ജയനെ വിളിക്കുകയാണ്. ജയനും അങ്ങോട്ട് വന്നു. ജയനെ ഹാളിലായിരുന്നു, അങ്ങോട്ട് വന്നു. അങ്ങനെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനയുടെ വെപ്രാളം കണ്ടു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവേനയുടെ എടുക്കുവാണ് ആദർശ് എല്ലാവരും കൂടെ ചേർന്നിട്ട്. അങ്ങനെ വണ്ടിയിലേക്ക് കയറ്റി നയന ആ ഒപ്പം തന്നെ പോവാണ്. അങ്ങനെ വണ്ടിയിൽ കയറുന്ന സമയത്ത് നയനയുടെ മടിയിലേക്കാണ് ദേവേനി തല വെച്ച് കിടക്കണേ. ദേവേനി ഇങ്ങനെ വെപ്രാളപ്പെടുവാണ് കിടന്ന്. ഇതൊക്കെ കണ്ടിപ്പോ നയനയ്ക്ക് സഹിച്ചില്ല. നയന പറഞ്ഞു, ഒന്നുമില്ല അമ്മേ, അമ്മ സമാധാനം ഇരിക്കുക, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശിന്റെയാണ് കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. എന്താ സംഭവം എന്ന് പോലും അറിയത്തില്ല. അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നിയായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയാവൊന്നും വിചാരിച്ചില്ല. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയില്ലുവാണ്. ആ സമയത്ത് ദേവേനയുടെ കണ്ണുകളൊക്കെ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നയനയുടെ കയ്യിലേക്ക് മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു ദേവേനി, മരണവെപ്രാളം കാണിച്ചുകൊണ്ടിരിക്കുന്നേ. ആ സമയത്ത് എന്താ ഏതാന്ന് പോലും ഒരു ബോധം പൊക്കണില്ലാത്തൊരവസ്ഥയിലായിരുന്നു ദേവേനി. അങ്ങനെ ദേവേനെ കൊണ്ടുവന്ന് ഇപ്പൊ ഡോക്ടർ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഒന്നും പറയാൻ അറിയത്തില്ല. ആദർശം നയനയും ജയനും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് തന്നെ. പിന്നീട് ഡോക്ടർ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്നുണ്ട്. നേരെ ICUയിലേക്കാണ് കയറ്റുന്നത്. ദേവേനയുടെ നില ഇച്ചിരി ക്രിട്ടിക്കലാണെന്ന് മനസ്സിലായി. അകത്ത് എന്തോ ഒരു പോയിസൺ പോലെ എന്തോന്ന് ചെന്നിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. അങ്ങനെ ICUയിൽ കയറ്റിയിട്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതെ ഒന്നും പറയാറായിട്ടില്ല, 24 മണിക്കൂർ കഴിയണം എന്നൊക്കെ പറയാം. സർവ്വ ദൈവങ്ങളെയും വിളിച്ച് നിൽക്കുവാണ്. ആദർശാണെങ്കിലും ജയനാണെങ്കിലും നയനയാണെങ്കിലും എന്റെ അമ്മയ്ക്ക് ഒരു ആവത്തും വരുത്തില്ല എന്ന് പറഞ്ഞ് നയനയും പ്രാർത്ഥിക്കുന്നുണ്ട്. നയനയോട് ആരെങ്കിലും എന്ത് ചെയ്താൽ പോലും നയനെ അന്ന് മനസ്സ് വെച്ചോണ്ടിരിക്കുകയല്ല, അവർക്കൊക്കെ നല്ലത് പറഞ്ഞെന്ന് മാത്രം നയനെ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ സമയം മുത്തശ്ശിക്കൊക്കെ ആണെങ്കിലും വല്ലാത്ത ടെൻഷനായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, ദേവേനിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ, ഒരു കുഴപ്പമില്ലായിരുന്നാണല്ലോ. ആ സമയം അനാമിക നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. രേവതി പറഞ്ഞു, മോളെ നമ്മളിനിയിപ്പോ കുടിച്ചു കൊടുത്ത് പാല് വല്ല പ്രശ്നമായിട്ടുണ്ടോ? എന്ത്? അല്ല അതിനിപ്പോ പാലെങ്ങാനും മാറി കുടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരത്തില്ലോ, ഞാൻ കണ്ടതല്ലേ നയന ആ നവ്യക്കുള്ള പാലുമായിട്ട് പോകുന്നേ. പിന്നീട് പോയി നോക്കിയപ്പോ നവ്യക്ക് ഒരു കുഴപ്പമില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അനാമ പറഞ്ഞു, അമ്മേ ആകെപ്പാടെ പ്രശ്നമായെന്ന് തോന്നേ, അച്ഛൻ കൊണ്ടുവന്ന പാല് എടുത്തു കുടിച്ചത്
അല്ല അച്ഛൻ കൊണ്ടുവന്ന് മരുന്ന് കലക്കി ആ പാലെടുത്ത് കുടിച്ചത് വല്യമ്മയാന്ന് തോന്നിയെന്ന് പറയാണ്. പെട്ടല്ലോ മോളേന്ന് പറയാണ്. ഇതേ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എങ്ങാനും പോലീസുകാര് എങ്ങാനും വല്ല അന്വേഷണമായിട്ട് ഇങ്ങോട്ട് വരുവോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ ഹോസ്പിറ്റലുകാർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷിക്കില്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. എനിക്ക് അറിയത്തില്ലമ്മ എന്ത് ചെയ്യുമെന്ന്, ഒരു പക്ഷേങ്കില് പ്രശ്നമാവുമെന്ന് അറിയത്തില്ല. ആദർശനൊക്കെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പോലീസ് കേസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചാൽ നമ്മുടെ കള്ളത്തരമൊക്കെ പൊളിയുമല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുക. ആ സമയം നവ്യ അങ്ങോട്ട് വന്നു. നവ്യ കേട്ടു ഇവര് സംസാരിക്കുന്നതൊക്കെ. അപ്പൊ ഇവരെന്തോ പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് നവ്യക്ക് മനസ്സിലായി. നവ്യ നേരെ നയനയെ വിളിക്കുകയാണ്. നയനയെ വിളിച്ചിട്ട് നവ്യ കേട്ട കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിയുമ്പോൾ നവ്യക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. അനാമികൻ രേവതിയും ചെയ്ത എന്തോ ഒരു പണിയിലാണ് അമ്മയ്ക്ക് ഈ കളി കിട്ടിയിരിക്കുന്നത്. ഈ സമയം മരണത്തോട് മല്ലടിച്ച് കിടക്കുവാണ്. ദേവേനി അങ്ങോട്ടോ എങ്ങോട്ടോന്നല്ലാതെ അവസാനം ദേവേനി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നയനയുടെ കാരണം കൊണ്ടാണ്. കാരണം നയന സർവ്വദേവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. നയന മാത്രമല്ല ആദർശാണെങ്കിലും പ്രാർത്ഥിച്ചു, ഒരു ആപത്തും വരുത്തല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ദേവേനി ജീവിതത്തിലേക്ക് തിരികെ വന്നാലും ദേവേനി കിടപ്പിലായി പോവാണ്. ദേവേനി കിടപ്പിലെ ദേവേനിക്ക് സ്വന്തം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കിടന്ന കിടപ്പ് തന്നെയായി പോയ ദേവേനി. അങ്ങനെ അവസാനം നയനയുടെ കാൽക്കീഴിലേക്ക് വീണ്ട വരും. നയനെ നോക്കേണ്ട വരും ദേവേന്റെ. വേറെ ആരും നോക്കാനായിട്ടാ ഈ പറയുന്ന നവ്യോ അനാമിക ആരും നോക്കാനായിട്ടും പോകുന്നില്ല. അങ്ങനെ നയനയുടെ കാരണത്തില് ദേവേനി കിടക്കുന്ന സമയത്ത് ദേവേനി താൻ ഇത്രയും കാലം ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ അങ്ങനെ ദേവേനിക്ക് ബോധ്യപ്പെടുവാണ്. അവസാനം തനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോ സഹായിക്കാനായിട്ട് നയനയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നയന ഇല്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്താലും അവൾ എത്ര കുറ്റപ്പെടുത്തിയിട്ട് പോലും അവൾ തന്നെ പൊന്നുപോലെയാണല്ലോ നോക്കണേ. അങ്ങനെ ആദർശന്റെ പ്രാർത്ഥന ബലിക്കുകയാണ്. ആദർശന് ഒരേ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, താൻ മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിരിക്കുകയാണ്. 41 ദിവസം വ്രതം എടുത്ത് മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ എന്റെ അയ്യപ്പസ്വാമി എന്റെ അമ്മയുടെ മനസ്സ് മാറണം, അമ്മയും നയനും ഒന്നാകണം, അവര് തമ്മിൽ സ്നേഹത്തോടെ കഴിയണം. അങ്ങനെ അയ്യപ്പസ്വാമിയാണ് ആ ശരിക്കും ആ പ്രാർത്ഥന കേട്ടെന്ന് തന്നെ പറയാം. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് ദേവേനിക്ക് അങ്ങനെ അപകടം സംഭവിച്ചത്. അങ്ങനെ നയനയുടെ നന്മ ദേവേനെ തിരിച്ചറിയാണ്. തന്നെ നോക്കാൻ ആരും ഇല്ലാതിരുന്ന സമയത്ത് നയന മാത്രമേ ഉള്ളൂ. അങ്ങനെ നയനയുടെ സംരക്ഷണത്തിൽ ദേവേനി കഴിയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ അനാമികയുടെ പ്ലാൻ എല്ലാം തകർന്നു പോയി. പക്ഷേങ്കിൽ അനാമികയുടെ ദേവതയും കള്ളത്തരങ്ങൾ പിടികൂടാൻ പോവാണ്. അധികം ആയുസ് ഉണ്ടാകത്തില്ല അവർക്ക്. അധിക സമയമൊന്നും ഈ കള്ളത്തരങ്ങൾ മൂടി വെക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.